കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ നിങ്ങളെല്ലാവരും ധന്യമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ വന്ദനം ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ സമാധാനത്തിനും ജീവിത വിജയത്തിനും ദൈവിക അനുഗ്രഹങ്ങൾക്കുമായി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കേവർക്കും പരിചയമുള്ളൊരു വേദഭാഗമാണ് എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവവേദനെ സംബന്ധിച്ച് നമുക്ക് മുൻപിൽ വലിയ പോരാട്ടങ്ങളുണ്ട്. ക്രിസ്തീയ ജീവിതം ആത്മീയ പോരാട്ടങ്ങളുടെ ജീവിതമാണ്. ആത്മമണ്ഡലത്തിൽ അഥവാ അദൃശ്യമണ്ഡലത്തിൽ നമുക്കെതിരെ പോരാടുന്ന അദൃശ്യ ശക്തികളുണ്ട്. ഈ അദൃശ്യ ശക്തികളോട് ജയിക്കുവാൻ ഒരിക്കലും നമ്മുടെ കരുത്തുകൊണ്ട് സാധ്യമല്ല. നമ്മുടെ യാതൊരു വിധമായ യുക്തിപ്രയോഗങ്ങളും അവിടെ വിജയകരമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആത്മനിയോഗിതനായി പൗലോസ്ലീഹ പറയുകയാണ്, എഫെസോസ് സഭയെ, നിങ്ങൾക്ക് മുൻപിൽ നിങ്ങൾ നേരിടേണ്ട അദൃശ്യ മണ്ഡലത്തിലെ ശക്തികളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ഇന്നത്തെ ദൈവമക്കൾ ലോകമനുഷ്യനെ പോലെ തങ്ങൾക്ക് നേരിടുന്ന പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ അവർ കരുത്തരെ നോക്കി, അവർ അതുപോലുള്ള പലതും നോക്കി ആശ്രയം വെച്ച് ശരണം തേടിപ്പോകുമ്പോൾ, ദൈവപൈതലെ, കർത്താവിൽ ശക്തിപ്പെട്ടാട്ടെ, അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ടാട്ടെ. അതിനെന്ത് ചെയ്യണം? എഫെസ്യ ലേഖനം തന്നെ 6-ാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ വായിച്ചു വരുമ്പോൾ പൗലോസ്ലീഹ പറയുന്നു, കർത്താവിലും അവൻ്റെ അമിത ബലത്തിനും ശക്തിപ്പെടാൻ സകല പ്രാർത്ഥനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി ജാഗരിക്കണം. അതെ, ഈ ദിവസങ്ങൾ വളരെ പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ്. വളരെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കരയേണ്ട ദിവസങ്ങളാണ്. എന്തിനു വേണ്ടി? എതിർത്ത് നിൽപ്പാനുള്ള ശക്തിക്ക് വേണ്ടി. ദുർദിവസങ്ങൾ മുൻപിൽ വരികയാണ്. പ്രതികൂലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആകാശശക്തികൾ, അദൃശ്യമണ്ഡലങ്ങൾ ദൈവജനത്തിന്, സഭയ്ക്ക് നേരെ തിരിയുകയാണ്. ഇവിടെ ആത്മീയ പോരാട്ടത്തിൽ പരാജയപ്പെടാതിരിപ്പാൻ, വിജയം കൈവരിപ്പാൻ, ക്ഷീണിതരായി തളർന്നു പോകാതിരിപ്പാൻ, ദൈവത്തിൻ്റെ അമിത കൃപയിൽ ശക്തിപ്പെടാൻ, കർത്താവിൽ ശക്തിപ്പെടാൻ സകല പ്രാർത്ഥനയാലും യാചനയാലും ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥന കഴിപ്പാൻ ദൈവം ഏത് സാഹചര്യങ്ങളിലും നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതെ, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടാം. ഇവിടെ പണം കൊണ്ട് നമുക്ക് ഒന്നും സാധ്യമല്ല, ബുദ്ധി കൊണ്ട് സാധ്യമല്ല, രാഷ്ട്രീയ സ്വാധീനങ്ങൾ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളാണ് നമുക്കെതിരെ നിൽക്കുന്നത്. ദൃശ്യമണ്ഡലത്തിലെ ശക്തികളല്ല, അദൃശ്യമണ്ഡലത്തിലെ ശക്തികളാണ്, അദൃശ്യ വ്യാപാരങ്ങളാണ്. അതിനെതിരെ പോരാടണമെങ്കിൽ ഉയരത്തിലെ ദൈവത്തിൻ്റെ അദൃശ്യ ശക്തിയാണ് നമ്മൾ വ്യാപരിക്കേണ്ടത്. അതെ, പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ആത്മാവിൽ ജാഗരിച്ചുകൊണ്ട് കർത്താവിൻ്റെ അമിത ബലത്തിലും കർത്താവിലും ശക്തിപ്പെടുവാൻ നമുക്കതിനായി ജാഗരിക്കാം. ദൈവം കൃപ നൽകട്ടെ.